നിങ്ങൾ സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജൂൺ 4-ാം തീയതി ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപും അതിന് ശേഷവും എന്ത് തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നടത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പേഴ്സണലി ഒരു 3 സ്റ്റെപ്പ് സ്ട്രാറ്റജി ജൂൺ 4-ന് മുൻപും ജൂൺ 4-ന് ശേഷവുമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഓരോ സ്റ്റെപ്പുകളും ഈ വീഡിയോയിലൂടെ പറയാനുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കൃത്യമായിട്ടുള്ള മെജോറിറ്റിയോടുകൂടി സെർട്ടനിറ്റിയോടുകൂടി ഉറപ്പോടുകൂടി ഭരിക്കുന്ന ഒരു ഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മറ്റുള്ള സാമ്പത്തിക പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകും. അതിപ്പോൾ BJP ആവട്ടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമാവട്ടെ ഏത് ഗവൺമെന്റ് ആയാലും കൃത്യമായിട്ടുള്ള മെജോറിറ്റിയോടുകൂടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മെജോറിറ്റിയോടുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോക്കും ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് BJP ഗവൺമെന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതേസമയം കൃത്യമായിട്ടുള്ള ഒരു മെജോറിറ്റി ഇല്ലാത്ത അത്തരം ഒരു കക്ഷി സർക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു തീരുമാനമെടുക്കാത്ത ഒരു ഇൻഡിസിഷൻ മോഡിലേക്ക് വരികയും മാർക്കറ്റ് താഴ്ന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. അത് ലോകത്തുള്ള ഏത് സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ഒരു തീരുമാനം എടുക്കാതെ പറ്റാതെ വരിക എന്നുള്ളതാണ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും മ്യൂച്വൽ ഫണ്ട് SIPകളും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് ഒന്നാമത്. മ്യൂച്വൽ ഫണ്ട് SIPകൾ കണ്ടിന്യൂ ചെയ്യുന്നത് സാധാരണ രീതിയിൽ തന്നെയാണ്. എന്നാൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളായിട്ടാണ്, പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ടാണ്. മാർക്കറ്റ് സ്ട്രാറ്റജിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പെർഫോം ചെയ്യാത്ത കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളും എൻ്റെ കയ്യിൽ കുറച്ച് ലോസ് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളും ഒക്കെ ഉണ്ട്. ആ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ വിറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് മാറുന്നത് എൻ്റെ ഒരു പീരിയോഡിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ചെറിയ രീതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കാലം മുൻപ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 3-4 വർഷമായിട്ട് പെർഫോം ചെയ്യാത്ത ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി മാർക്കറ്റ് ഒന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇവയായിരിക്കും ഏറ്റവും മോശമായിട്ട് അണ്ടർ പെർഫോം ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പൈസ എടുത്തുകൊണ്ട് നല്ല സ്റ്റോക്കുകളിൽ എൻ്റെ ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇടുന്നതിന് ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഒരു ലോങ് ടേമിലേക്ക് എന്നുള്ള രീതിയിൽ ലാഭം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ട്, മറ്റുള്ള കുറച്ച് അസറ്റ്സ് വിറ്റിട്ടുള്ള പൈസയുണ്ട്. അങ്ങനെ കുറച്ച് പൈസ നമ്മളത് ഈ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാമെന്ന് ഉദ്ദേശിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൈസ ഒരു കാരണവശാലും ജൂൺ 4-ന് മുൻപ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജൂൺ 4-നോ അതിന് ശേഷമോ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും സാധാരണ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. വലിയ രീതിയിലുള്ള മറ്റ് അസറ്റുകൾ വിറ്റിട്ട് കിട്ടിയിട്ടുള്ള പണമൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ശ്രമിക്കുന്നില്ല. മാർക്കറ്റ് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്.